ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള സൈൻ ലബൻ്റെ ന്യൂട്ടെല്ല പിസ്താഷ്യോ ഡെസേർട്ട് എങ്ങനെ ആക്കണം അങ്ങനെ നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുക, അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഞങ്ങൾ പുറത്തെല്ലാം പോയിട്ട് തിന്നറില്ല അതേ സെയിം ടേസ്റ്റിൽ ഞങ്ങൾ ഇതുപോലെ ഒത്തിരി ഈസി ആയിട്ട് ആക്കി എടുക്കാം. അപ്പോൾ ഇത് കുറേ നല്ലോണം ഒരാൾ കേട്ടോ ഇന്നൊരു റെസിപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിൽ സൈൻ ലബൻ്റെ ഞങ്ങൾ ഇങ്ങനത്തെ ഡെസേർട്ട് കുറേ ടൈപ്പിൽ കുറേ ഫ്ലേവറിലെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്വീറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പാക്കാൻ നോക്കൂ. നിങ്ങൾ ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുറപ്പ. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കണേ നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു അരക്കപ്പിടെ കടത്തിൽ കുറുടി പിസ്ത എടുത്തിട്ട് 1/4 കപ്പ് നിങ്ങൾ ഇപ്പോൾ 1/4 കപ്പിൽ എടുக்கிறீங்க നിറച്ചു എടുത്തെങ്കിൽ കഴിത്ത്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ പായപ്പാട്ടി എടുക്കണം. കണ്ടില്ല തെല്ല് തണ്ണിൽ തെല്ല് നേരം ഒന്ന് നല്ല ഒന്ന് പായച്ചിട്ട് കൊണ്ടെടുത്തോളാം. ഇതാ ഒന്ന് നല്ല പായച്ചിട്ട് വന്നിട്ട് ഇത് ഇത്ര മയാവും. ഇതൊരു 1 മിനിറ്റെല്ലാം ഇങ്ങനെ പയച്ചെങ്കിൽ മയ്യാവും. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് സ്കിൻ ഒന്ന് റിമൂവ് ആക്കിയിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഞങ്ങൾ ഒന്ന് ചപ്പതണ്ണി വിത്തിട്ട് ഒന്ന് എടുത്തിട്ട് വേഗമേ പണ്ട് കയ്യിലിങ്ങനെ റിമൂവ് ആക്കുമ്പോഴത്തേക്ക് അപ്പോൾ സ്കിന്നെല്ലാം എടുത്ത് വെച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾ മിക്സി ജാർക്കിട്ടിട്ട് ഒന്ന് ഫസ്റ്റ് ഒന്ന് ഇത് ക്രഷ് ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ക്രഷ് ആക്കി എടുത്തിൽ പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ മധുരத்துக்கு കണ്ടൻസ് മിൽക്ക് ഇട്ട് കൊടുக்கிறேன். ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് ഇട്ടിരുங்க നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ബദലിക്ക് നിങ്ങൾ ഷുഗർ ഇട്ടിരുங்க ഷുഗർ ഇടാം. അത് ഞങ്ങൾ മധുരം എത്ര വേണോ ಅದಕ್ಕೆ വേണം എത്ര. അതിൽ പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോ ഫ്രഷ് ക്രീമോ ഇട്ടോളണം. ജെൻഡറെല്ലാം ഇടാം വേണമെങ്കിൽ. അപ്പോൾ ഇത് ഇട്ടിട്ട് ഇതുപോലെ ക്രീമി ആയിട്ട് അടിച്ചെടുക്കണം. അതിലിടയ്ക്ക് ഞാൻ തെല്ല് കളർക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ഗ്രീൻ കളർ ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ടെങ്കിൽ ഇടൊന്നും ഇല്ല. അതിൽ പിന്നെ തെല്ല് പാലൊന്ന് ഗട്ടിയുണ്ടോ. അപ്പോൾ പാലും വിത്തിട്ട് ഒന്ന് ഓപ്പസ് ഒന്ന് നല്ല ബ്ലെൻഡാക്കി എടുക്കണം. നല്ല ക്രീമി ആയിട്ട് പറഞ്ഞതാ ഈ ഒരു തിക്നെസ്സിൽ വേണിത്. അപ്പോൾ ഇതിക്ക് ഞാൻ ഓപ്പസ് ഒരു സ്പൂൺ എത്ര ഇത് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തേ. പിന്നെ തെല്ല് കണ്ടൻസ് മിൽക്ക് ഇട്ട് കൊടുത്തേ. മധുര തെല്ല് കുറുടിന്ത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മധുരമല്ല നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കി കഴിത്ത്. ചുമ്മാ ഓവർ അവിടെതും വേണ്ട മധുര. അപ്പോൾ അത് ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുക നല്ല കോൾഡ് ആവട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ ഇതാ 1 കപ്പ് പാലെടുത്തേ. അതിക്ക് ഞങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോ കോൺഫ്ലോറോ അല്ലെങ്കിൽ കസ്റ്റർഡ് പൗഡർ ഏതും ആവും. ഞാനിപ്പോൾ കസ്റ്റർഡ് പൗഡർ എടുത്തേ. കോൺഫ്ലോർ എടുക്കണമെങ്കിൽ കോൺഫ്ലോറും എടുക്കുക. അത് ചുമ വേണ്ട ലെവലാക്കിയിട്ട് എടുത്തെങ്കിൽ കഴിത്ത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് മധുരം ഇട്ട് കൊടുക്കുക. ഷുഗർ ഒരു 2 ടേബിൾ സ്പൂൺ ആയോ. ചുമ വേണ്ട ചുമ മധുരം. ഞാനിപ്പോൾ ഈ ഒരു ഡെസേർട്ട് ആക്കുക ഒരു മീഡിയം മധുരത്തിലാക്കുക. ചുമ ഓവറായിട്ട് ഞങ്ങൾ മധുരമായെങ്കിലും തിന്നുകാവില്ല. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഇതാ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഞങ്ങൾ അത് കൈവിടാനിട്ട് ഒന്ന് മിക്സ് ആക്കിക്കൊണ്ട് വേണം. ഒന്ന് ഗട്ടിയായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതാ ഒന്ന് തിക്കായോണ്ട് വന്നിരുത്. ഇനിയിപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ബേക്കണം. ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിക്ക് തെല്ല് ക്രീം ചീസ് അതേപോലെ നിങ്ങൾ തെല്ല് ഇത് ഫ്രഷ് ക്രീം അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ക്രീം ചീസ് ഇതാ ഇതുപോലെ പീസ് വേണ്ടല്ലേ ഞാൻ ഒരു പീസ് ഇട്ട് കൊടുക്കേ. ഒന്നോ ജെൻഡെല്ലാം ഇടാം. ഞാനിപ്പോൾ ഒന്നേ ഇട്ടേ. ഒന്നോ ജെൻഡോ ഇടണം ഞങ്ങൾക്ക്. അതിൽ പിന്നെ നിങ്ങൾ ഒരു 2 ടേബിൾ സ്പൂൺ എത്ര ഇത് ഫ്രഷ് ക്രീമോ അതും ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ ഇങ്ങനെല്ലാം ഇടണം ഞങ്ങൾക്ക്. ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ചെന്ത ലോ ഫ്ലെയിമിലേ ഉണ്ട്. ഇപ്പോൾ ഇത് ഈ ഒരു ക്രീം ആക്കടില്ല. ഇത് ചുമ ഞങ്ങൾ ഇപ്പോൾ കസ്റ്റർഡ് പൗഡർ അതല്ലെങ്കിൽ കോൺഫ്ലോർ എടുത്തിട്ട് ചുമ ഗട്ടിയാക്കും തീരാ. ഈ ഒരു തിക്നെസ്സിലേ വേണിത്. ഇത്ര ഗട്ടിയിലേ മയാവും ഇത്. അപ്പോൾ ഇത് മയാവും ഒന്ന് ചന്തം മിക്സ് ആക്കി എടുത്തും കഴിത്ത്. അതൊന്നും മെൽറ്റായിട്ട് പണ്ടല്ലേ ചീസ് ഇതെല്ലാം അതുപോലെ ആക്കി എടുത്തും കഴിത്ത്. അതിൽ പിന്നെ ഇതാ ഞാനിവിടെ ഒരു ടിന്ന് എടുത്തിട്ട് ഞാനിവിടെ. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 ഇഞ്ചിൻ്റെ ടിന്ന് നിങ്ങൾ ഏത് ബൗളിൽ സെറ്റ് ആക്കാറ് ಅದಕ್ಕೆ ഞങ്ങൾ ഇപ്പോൾ റെഡിയാക്കി ആ ഒരു ക്രീം ഉണ്ടല്ലേ അത് വിത്തിങ്ങിത്ത്. അപ്പോൾ ഇത് എല്ലാം ബീത്തില്ല തെല്ല് ബേക്കറ ഞാൻ ബാക്കിയെല്ലാം വിത്തിങ്ങിത്ത്. അപ്പോൾ ക്രീം എത്ര ഗട്ടി ഉണ്ടെന്ന് കണ്ടില്ലേ ഇതുപോലെ മയോ ചുമ ഗട്ടിയോടെ വേണ്ട. അപ്പോൾ ഇതിൽ എല്ലാ ക്രീം കുറടി ആക്കണ്ട. ഞങ്ങൾ തെല്ലെടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതിക്ക് ബീത്തിര. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഫ്രിഡ്ജിൽ വെക്കൊണ്ടില്ല പുറത്തേക്കിട്ട്. അപ്പോൾ അത് അവിടെ ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ കുണാഫഡോ വേണോ എത്ര കുണാഫഡോ എടുത്തിട്ട് അത് ഞങ്ങൾ ഒന്ന് ചെറിയ ഒന്ന് കട്ടാക്കി എടുത്തെങ്കിട്ട് അതൊരു 1 കപ്പിടെ എത്ര അല്ല കണ്ടല്ലേ എത്ര ഒന്നുണ്ട് ഇതുപോലെ ഇത്ര മയാവും. അപ്പോൾ അതൊരു പാൻ വെച്ച് അതിന് ഞങ്ങൾ തെല്ല് ബട്ടർ ഇട്ട് കൊടുത്തിട്ടോ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ ഒരു കുണാഫഡോ ഇട്ടിട്ട് അതിലൊന്ന് ഞങ്ങൾക്ക് തെല്ല് നേരം ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഒന്ന് ചെന്നൊന്ന് അടിമലാക്കിയിട്ട് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരണത് ഗോൾഡൻ കളറായിട്ട് വരണോ നല്ല ക്രിസ്പി ആയിട്ട് വേണ്ടല്ലേ അതുപോലെ. അപ്പോൾ ഇതുപോലെ ചെന്ത ഒന്നും മിക്സ് ആക്കിക്കൊണ്ട് വേണോ ഇങ്ങനെ കയ്യിലൊന്ന് ഇതാ ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കളറായിട്ട് ബണ്ടെടുത്താൽ നിങ്ങൾ ഇത് ഒന്ന് വറുത്തെടുക്കണം. കണ്ടില്ലേ ഗോൾഡൻ കളറായിട്ട് വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് ഒരു തെല്ല് നേരം ഇതാക്കിയിട്ട് നിങ്ങൾ ഒരു തെല്ല് നേരം ബേക്കറ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂട് തണിയുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് വണ്ട്. അത് പിന്നെ ഇതാ ഇതിക്ക് നിങ്ങൾക്ക് ഇത് കേക്ക് വേണം. കേക്ക് ഞങ്ങൾ അത് ഔത്തിൽ ബേക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ പുറത്തെല്ലാം കൊണ്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുണ്ടെങ്കിൽ അതും ആവും. ഔത്തിലാക്കുമ്പോൾ നിങ്ങൾ തെല്ല് സോറെല്ലാം തെല്ല് ആറിക്കിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കൊണ്ടുണ്ടെങ്കിൽ നല്ല തെല്ല് ഈസി ആവും. നിങ്ങൾ എങ്ങനെ വേണോ അങ്ങനെ ഞങ്ങൾ ആക്കി കഴിക്കും. അപ്പോൾ ഇതാ ഈ ഒരു കേക്ക് എടുത്തിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഞങ്ങൾ റെഡിയാക്കി വെച്ച ആ ഒരു ക്രീം ഉണ്ടല്ലേ ക്രീം ഇതാ ഇതുപോലെ അതിൻ്റെ മേൽക്കെല്ലാം ഞങ്ങൾ ഈ ഒരു കേക്ക് ഞങ്ങൾ വെച്ച് കൊടുക്കണം. ചുമ വേണോട്ടില്ലതാ ഈ ഒരു പാത്രത്തിലാക്കുമ്പോൾ ഞങ്ങൾ തെല്ലുമ്മയാവും. ചുമ കേക്ക് വേണോട്ടില്ല ഒരേ ലെയർ വെച്ചും കഴിത്ത് ചുമ വെക്കണ്ട. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കേക്ക് വെക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ആക്കിയിട്ട് വെക്കണ്ട. ക്രീമിൻ്റെ മേലെ ജസ്റ്റ് വെച്ചെങ്കിത്ത് ക്രീം ചുമ ഗട്ടിയുള്ള ക്രീമല്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മേലെ വെച്ചെങ്കിത്ത് അതിൽ പിന്നെ അത് തെല്ല് പാലുകിനാനൂടെ കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ട് മിക്സ് ആക്കി വെച്ചറേ. അപ്പോൾ നോക്കിയിട്ട് ഞങ്ങൾ വേണം എത്ര ഇട്ടെങ്കിൽ മധുരം എത്ര വേണം ಅದಕ್ಕೆ വേണം എത്ര ആ ഒരു പാലും ಇದರ ಮೇಲ್ಗಿದೆ ഇതുപോലെ ആ ഒരു കേക്ക് നനയുടെ എത്ര തെല്ല് ഞങ്ങൾ പാൽ ഇത്ര മേൽക്ക് സൈഡ് എല്ലാ സൈഡും ഇതുപോലെ വിറ്റ് കൊടുക്കാം.
ഈ ഒരു പാൽ എല്ലാം ഇപ്പോൾ വീത്തിട്ടില്ല ഇത്ര മയോ കണ്ടല്ലേ. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് ഇട്ട് അതിലെടുക്കണമെങ്കിൽ ഇതാ ഒരു അരക്കപ്പയുടെ കാട്ടി തിൽക്കൂരി, അതായത് ഒരു 1/4 കപ്പ് അത്ര മയാവും, 1/4 കപ്പ് മയാവും വിപ്പിംഗ് ക്രീമും അതും എടുത്തിട്ട് ഞങ്ങൾ ഒന്ന് ബീറ്റാക്കി എടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീമെല്ലാം എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് നോക്കിയിട്ട് എടുത്തെങ്കിട്ട്, നല്ല ക്രീം നോക്കിയിട്ട് എടുത്തെങ്കിട്ട്. അപ്പോൾ ഈ ഒരു ഇതും ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീമോ അതുകൊണ്ട് തെല്ല് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ അത്രമയോ, ചുമ മധുരം ഓവറായെങ്കിലും ചുവന്ന പോലെ അത്ര നല്ലാവില്ല. അപ്പോൾ അതൊന്ന് നല്ല ഒന്ന് ഗട്ടിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ തിക്കാക്കി എടുത്തേ. അപ്പോൾ ഇത് ബീറ്റാക്കുമ്പോൾ നിങ്ങൾ ചുമ ഗട്ടിയാക്കിയിട്ട് വേണ്ടത് ഇതുപോലെ ഈ ഒരു അന്തജിലമയാവും. ഇനിയിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ക്രീം ആക്കിയത് എടുത്ത് വെച്ചല്ലേ, തെല്ല് ബാക്കി വെച്ചല്ലേ, ആ ഒരു ക്രീമും ഇത് ഒട്ടിക്കാക്കിയിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് അതൊരു ടേസ്റ്റ് വരുമ്പോൾ ഞങ്ങൾ ഫ്രഷ് ക്രീമും അതേപോലെ ചീസെല്ലാം ഇട്ടില്ലേ, ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഈ ക്രീമുക്ക് വിപ്പിംഗ് ക്രീം നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാം നല്ല മിക്സ് ആക്കിയിട്ട് ഇത് വേണമെങ്കിൽ ഒന്ന് ഇതുപോലെ ആയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു പൈപ്പിംഗ് ബാഗിലോ അതല്ലെങ്കിൽ അങ്ങനെ ഇട്ടില്ലെങ്കിൽ അങ്ങനെ പോയിട്ടതാ ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തേ. അപ്പോൾ എല്ലാം ഇതുപോലെ സൈഡ് എല്ലാ ഇതിലും കേക്ക് മേലുകളിൽ ഈ ക്രീമാക്കി കൊടുക്കണം. ഇതുപോലെ ക്രീം ഇട്ടിട്ട് നല്ല ലെവൽ എല്ലാ സൈഡും ഒരേപോലെ ഇങ്ങനെ ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ആക്കിയ ക്രീം ഒരു എല്ലാം എക്സ്ട്രാ വന്നിട്ട് ഇതിപ്പോൾ എല്ലാം ഇട്ടെങ്കിൽ എല്ലാം ഇടാണ്. ഇപ്പോൾ ഇത് എല്ലാം ഇട്ടിട്ടില്ല, വേണമെങ്കിൽ എല്ലാം ഇടാം. ഞങ്ങൾക്ക് ക്രീം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രീം ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ മേലേക്ക് ഞങ്ങൾ ഇപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു കുനാഫ ഡോ ഉണ്ടല്ലേ, അത് ഞങ്ങൾക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം, എല്ലാ സൈഡും വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ಸ್ವೀಟ್ ಫಸ್ಟ್ ಟೈಮ್ ಹಾಕ್ರೆ ನಾನು കുറേ ವೀಡಿಯೋಸ್ ಎಲ್ಲ ನೋക്കി എനിക്ക് പെർഫെക്റ്റ് ഒരു റെസിപ്പിനെ കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ കുറേ ചാറ്റ് ജിപിടി ഹെൽപ്പിലും പിന്നെ അതുപോലെ കുറേ എൻ്റെ ഐഡിയത്തിലും ഇതാക്കി എടുത്തത്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആക്കി നോക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ട് മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കൂ. ഞങ്ങൾ പുറത്തെല്ലാം പോയിട്ട് തിന്നറല്ലേ, ആ ഒരു ടേസ്റ്റിലേ എനിക്ക് കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുനാഫ എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തത്. കുനാഫ കുറുടി ആക്കണ്ട, നിങ്ങൾ എല്ലാ സൈഡും ഇതുപോലെ വെക്കണോ. കുനാഫ ಬೇನು ಕೊರಡಿ ಹಾಕಂಡು അപ്പോൾ ഇത് സൈഡിലേക്ക് ഇട്ടാൽ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ ഒരു പാത്രത്തിക്ക് തെല്ല് നൂട്ടിലിട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ അത്ര എല്ലാം മേനാവോ അത് ഞങ്ങൾ ഗട്ടിക്കരല്ലോ ഒന്ന് ലൂസാക്കി എടുക്കണം. ಅದಕ್ಕೆ തെല്ല് വിപ്പിംഗ് ക്രീം ബീത്തിട്ട് ഒന്ന് നല്ല മിക്സ് ആക്കിയിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. വിപ്പിംഗ് ക്രീം അതല്ലെങ്കിൽ പാൽ ബീത്തിട്ട് ആക്കരെങ്കിൽ അങ്ങനെ ആക്കി എടുക്കുക, അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ബീത്തിട്ട് ആക്കുക. അത് നോക്കിയിട്ട് നിങ്ങൾ എത്ര ಬೇನಾവോ നോക്കിയിട്ട് ബീത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. കാട്ടറാണ് അപ്പോൾ തെല്ല് ബീത്തി കൊടുക്കുക, ചുമ്മാ ഗട്ടിയിൽ വേണ്ട. അപ്പോൾ ഈ ഒരു അന്തതിൽ ഇത് പിന്നെ ഒന്നും കൂടി ഒന്ന് ലൂസാക്കി കൊടുക്കുകയും കാക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പിസ്ത സ്പ്രെഡും റെഡി ചെയ്ത് അതേപോലെ നൂട്ടെല്ലാം റെഡി ചെയ്ത് കണ്ടല്ലേ. ഈ ഒരു തിക്നെസ്സിലേ മയ്യാവോ, ഇതിനെക്കാട്ടി ചുമ ലൂസ് ആവട് വേണ്ട, ഗട്ടി ആവുകയും വേണ്ട. ഇനിയിപ്പോൾ ഞങ്ങൾ റെഡിയാക്കി വെച്ച് ആ ഒരു കുനാഫത്തെ മേലേക്ക് ഇത് ഒരു സൈഡിക്ക് ഞങ്ങൾ നൂട്ടെല്ലാം ഒരു സൈഡിക്ക് പിസ്ത സ്പ്രെഡ് അത് ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡും ഇതുപോലെ ഞങ്ങൾ ഇട്ട് കൊടുക്കാം നൂട്ടെല്ലാം. അപ്പോൾ ഇതിൽ പല ഫ്ലേവറും ഉണ്ട്, എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്വീറ്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പം ഇപ്പോഴും ട്രെൻഡിങ്ങിലുള്ളൊരു സ്വീറ്റ് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഇത് നൂട്ടെല്ലാം ഇട്ട് കൊടുത്താൽ ഇന്നൊരു സൈഡിക്ക്. അപ്പോൾ ഈ ഒരു പിസ്ത സ്പ്രെഡ് ഉണ്ടല്ലേ, ഇതാക്കിയതിനകത്ത് എല്ലാം എക്സ്ട്രാ വന്നത് ഇതിൽ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു 5 ഇഞ്ച് ടിന്നെല്ലാം ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു 1/4 കപ്പ് പിസ്ത എല്ലാം മയാവും. 1/4 കപ്പ് എടുക്കുമ്പോഴത്തേക്ക് അത് നിറച്ചു എടുത്തെങ്കിട്ട്. അപ്പോൾ ഇതിൽ തെല്ലാം എക്സ്ട്രാ വന്നിട്ട് വേണമെങ്കിൽ ഇതൊക്കെ എല്ലാം ഇടുമെങ്കിൽ എല്ലാം ഇടാം, നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾ ಅದಕ್ಕೆ ഇതെല്ലാം ഫ്രഷ് ക്രീമും അതേപോലെ ഇത് കണ്ടൻസ് മിൽക്കെല്ലാം ഇട്ടിട്ട് ആക്കിരല്ലേ, അവർ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അത് അങ്ങനെമേ ഇങ്ങനെ തിന്നോക്കും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഇത് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞങ്ങൾ നട്ട്സ് പൊടിച്ചിട്ട് പിസ്ത പിന്നെ അതേപോലെ ബദാമും എന്താണ് ഞങ്ങളുടെ കയ്യിലുണ്ടോ അതൊന്ന് ഞങ്ങൾ ഇതുപോലെ പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഒന്ന് കോൾഡാക്കിയിട്ട് തിന്നണം. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കേ. പിന്നെ ഞങ്ങൾ ഇത് കുറേ നേരം വെച്ചെങ്കും ഇതിൽ കുനാഫ ഉണ്ടല്ലോ അത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം. ഇപ്പോൾ സുബീത്ത് പിടിച്ച അസത്തോല ഞങ്ങൾ ഇങ്ങനെ വെച്ചെങ്കും അത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം. അതിങ്ങനെ മെത്തനവിടെ അങ്ങനെ എന്തും ഇല്ല. പിറ്റേന്നല്ല പിന്നെ ഇങ്ങനെ നോക്കും, ഒരു നാൾ കഴിഞ്ഞിട്ടല്ല നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ തെല്ല് മെത്തനോടും കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ നോക്കിയാറല്ലേ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സൈൻ ലബാൻ്റെ നൂട്ടെല്ല പിസ്താഷ്യൂ ഡെസേർട്ടോട് റെഡി ചെയ്ത് അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കൂ. കണ്ടല്ലോ നിങ്ങൾ നല്ല അതേ സെയിം ടേസ്റ്റ് ആയിട്ടിരിക്കുക, പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതെല്ലാം ട്രൈ ആക്കാത്തെങ്കിൽ ഒന്നാക്കിയിട്ട് നോക്കൂ. അവർക്കാക്കി എന്തെങ്കിലും എന്തായാലും പിന്നെ നിങ്ങൾക്ക് പറ അത്ര ടേസ്റ്റ് ആയിട്ടിരിക്കുക, സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ കണ്ടറല്ലേ ആക്കി നോക്കൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.